ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക കൊണ്ടൊരു കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കടായി വെച്ചതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കോരി പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിതൊന്ന് കോരി പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ബാക്കി ഓയിലിലേക്ക് നമുക്ക് 1/2 സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതും ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാലയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം. മസാല ഇതിലേക്കൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് മാറ്റാം. ചപ്പാത്തിക്കും ചോറിനും പറ്റിയൊരു നല്ല വെണ്ടയ്ക്ക കറിയാണ് ഇത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതിലേക്ക് ബൈ.